നമസ്കാരം, ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഈ ഒരാഴ്ചയിലെ അവസാന ദിവസമായിരുന്നു ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ദിവസം. RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ആണ് ഇന്നുണ്ടായിരുന്നത്. 25 ബേസ് പോയിന്റിന്റെ കട്ടൊക്കെ SBIയുടെ റിപ്പോർട്ടും അതല്ലെങ്കിൽ ബ്ലൂംബർഗും അങ്ങനെയുള്ള പല അനലിസ്റ്റിംഗ് സ്ഥാപനങ്ങൾ റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ റേറ്റ് കട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ 50 ബേസ് പോയിന്റിന്റെ റേറ്റ് കട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. അത് മാത്രമല്ല, RBI അവരുടെ GDP ഫോർകാസ്റ്റുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവായ രീതിയിൽ നിലകൊണ്ടു. കൂടാതെ തന്നെ നമ്മുടെ ഇൻഫ്ലേഷൻ RBIയുടെ ആ ഒരു പരിധിയിലാണ് എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെയധികം ശക്തമായ നിലയിൽ നിലകൊണ്ടു. 25,000 ശേഷം ഏറെ നാളുകൾക്ക് ശേഷം മാർക്കറ്റ് ക്ലോസ് നടത്താനും പറ്റിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലെല്ലാം തന്നെ 800 പോയിന്റ് അധികവും, നിഫ്റ്റി 250 പോയിന്റിന്റെയും റാലി രേഖപ്പെടുത്തി. വളരെ പോസിറ്റീവായ ഒരു ദിവസമാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഈ ഗോൾഡ് ലോണിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു റെഫറൻസ് ഗവർണർ പറഞ്ഞതുകൊണ്ട് മുത്തൂറ്റും മണപ്പുറമുള്ള സ്റ്റോക്കുകൾ ഇന്ന് രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ച് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നിന്ന് ഒരു 5% ഒരു റാലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവരുടെ ഗവർണൻസ് കംപ്ലൈൻസ് ഇഷ്യൂസ് പരിഗണനയിലെടുക്കുമെന്നുള്ള RBI ഗവൺമെന്റിന്റെ പ്രസ്താവന ഇൻഡസ്ഇൻഡ് ബാങ്കിന് തുണയായി. അതുപോലെ തന്നെ HDFC ബാങ്ക് നിഫ്റ്റിയുടെ 900 പോയിന്റിന്റെ റാലിയിൽ 72% കോൺട്രിബ്യൂട്ട് ചെയ്തു. ബജാജ് ഫിനാൻസും ഏകദേശം 29 പോയിന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു. HDFC ബാങ്ക് 72 പോയിന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ആക്സിസ് ബാങ്ക് 25 പോയിന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു. നിഫ്റ്റി അങ്ങനെ നമ്മൾ കാത്തിരുന്ന പോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു മേജർ സോണായിട്ടുള്ള 25,000 മുകളിൽ ആണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റും ഇതുവരെ പോസിറ്റിവിറ്റിയാണ് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിച്ച് വരാം. ഏറ്റവും താഴെ കാണപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ. പ്രധാനമായിട്ടും ഡോ ഫ്യൂച്ചർ 145 പോയിന്റ് പ്ലസ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളും പ്ലസ് ആയ നിലയിൽ നിലകൊള്ളുന്നു. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് ഗോൾഡ് $4 ഉയർന്ന് $3,357 എന്ന നിലയിലാണ് ഉള്ളത്. അപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ടെസ്ല ഇന്നലെ 14% ഒരു ഫോൾ രേഖപ്പെടുത്തി. ട്രംപിന്റെ ഒരു പുതിയ ബില്ലിന് എതിരെ പരോക്ഷമായിട്ട് എലൻ മസ്കിന്റെ ട്വീറ്റ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു അകൽച്ച അത് രൂക്ഷമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ട്രംപിന്റെ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് നടത്തിയ അല്ലെങ്കിൽ വിജയത്തിന് കാരണമായ ഒരാളായിരുന്നു എലൻ മസ്ക്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു അകൽച്ച ടെസ്ല സ്റ്റോക്കുകളുടെ 14% ഇടിവിനാണ് കാരണമായിട്ടുള്ളത്. ഇന്ന് ഞാൻ വായിച്ച ഒരു ആർട്ടിക്കിൾ പ്രകാരം ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ വില, ഇപ്പോഴത്തെ ക്രൂഡ് ഓയിലിൻ്റെ വില, ഇപ്പോഴത്തെ ക്രിപ്റ്റോയുടെ വില, അത് ബിറ്റ്കോയിൻ ആയിക്കോട്ടെ എത്തേറിയ ആയിക്കോട്ടെ, ക്രിപ്റ്റോ കറൻസികളുടെ വില, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്, US സ്റ്റോക്ക് മാർക്കറ്റ്, ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ്, അപ്പോൾ ഇക്വിറ്റി സ്റ്റോക്ക് മാർക്കറ്റ്, മറ്റൊരു അസറ്റ് ക്ലാസ് ആയിട്ടുള്ള ഗോൾഡ്, ക്രൂഡ്, ക്രിപ്റ്റോ കറൻസീസ്, ഇതെല്ലാം തന്നെ ഒരാളുടെ തീരുമാനത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ ട്വീറ്റിൽ, ഒരാളുടെ പ്രസ്താവനകളിൽ വളരെ വലിയ തോതിൽ ഇൻഫ്ലുവൻസ് നടത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതെ, ട്രംപിൻ്റെ പ്രസ്താവനകൾ ശനി ഞായർ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞാൽ അപ്പോൾ റിയാക്ട് ചെയ്യുന്ന ഇന്ത്യൻ ഗ്ലോബൽ മാർക്കറ്റുകൾ, ഗോൾഡ്, ക്രിപ്റ്റോ, അതല്ലെങ്കിൽ മറ്റ് അസറ്റ് ക്ലാസ്സുകൾ. അപ്പോൾ അത്തരത്തിലാണ് മാർക്കറ്റിൻ്റെ പോക്ക്. US മാർക്കറ്റിനെ സംബന്ധിച്ച് US വിക്സ് ക്രാഷായി. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചും ഇന്ത്യൻ വിക്സ് ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ കൂടിയും അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട്. ഈ ഇന്ത്യക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കെല്ലാം തന്നെ കൊടുത്ത ആ ഒരു ഡെഡ് ലൈനിലേക്ക് അടക്കുകയാണ്. എന്താകും സ്ഥിതി എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു കാലഘട്ടത്തിൽ ട്രംപ് വളരെ വലിയ തോതിൽ പറഞ്ഞിരുന്നൊരു കാര്യം, ഉക്രൈൻ റഷ്യ വാർ ഞാൻ എത്രയും പെട്ടെന്ന് നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് റഷ്യക്ക് വളരെയധികം നാണക്കേടുണ്ടാക്കി ഉക്രൈൻ ഡ്രോണുകൾ റഷ്യയിൽ വന്നു. ഏകദേശം 12ഓളം ബോയിങ് ഫ്ലൈറ്റുകൾ നശിപ്പിച്ചു. ഹ്യൂജായിട്ടുള്ളൊരു നാശം അവർക്കുണ്ടായി. അതിനർത്ഥം ആ ഒരു യുദ്ധം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ എവിടെയും അശാന്തി പടരുന്ന ഒരു കാര്യമാണുള്ളത്. എവിടെയും ഒരു പോസിറ്റീവായ കാര്യങ്ങൾ തന്നെ നിലനിൽക്കുന്നില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉള്ളത്. FISന്റെ തിരികെ വരവ്, മാർക്കറ്റിൻ്റെ ഒരു സ്റ്റെബിലിറ്റി, RBI മാർക്കറ്റ് ഇടിഞ്ഞാൽ കൂടിയും പല രീതിയിലുള്ള മെഷേഴ്സ് നടത്തി മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ
തക്കവണ്ണമുള്ള സപ്പോർട്ടീവായിട്ടുള്ളൊരു RBI. കൂടാതെ തന്നെ ആളുകളുടെ ക്ലയൻറ്റ് ബേസുകളെല്ലാം തന്നെ വലിയ തോതിൽ ഉയരുന്നുണ്ട്. ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം പതിയെ ഉയരുന്നുണ്ട്. US ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി തന്നെ അവിടുത്തെ 60% ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ അതല്ല, ചെയ്തു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് മാത്രം എക്സ്ക്ലൂസീവ്ലി ഇന്ത്യക്ക് മാത്രം കിട്ടുന്ന, അല്ലെങ്കിൽ നിഫ്റ്റിക്ക് മാത്രം കിട്ടുന്ന ഒരു പ്ലസ് പോയിന്റ് ആണ് ഉള്ളത്. മറ്റുള്ള മാർക്കറ്റുകളൊക്കെ ഇല്ലാതെ അത് മാത്രമാണ് നമുക്കുള്ളൊരു പ്ലസ്. പക്ഷെ മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ തന്നെയാണ് ഉള്ളത്. അതെല്ലാം തന്നെ മാറണമെങ്കിൽ ഈ ഒരു താരിഫ് എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ആകെ 3 അക്ഷരമെങ്കിൽ ഉള്ളുവെങ്കിൽ കൂടിയും 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൻ്റെ ആ ഒരു താരിഫ് ന്യൂട്രൽ ആവുക, 2 രാജ്യങ്ങൾക്കും ഓക്കെ ആവുന്ന രീതിയിലേക്ക് വരിക എന്ന് പറയുന്നത് അത് ചില്ലറ നയതന്ത്ര ചർച്ചകൾ നടത്തിയാൽ പോരാ, വലിയ തോതിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സമയമെടുക്കും. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള ട്രംപും മസ്കും അകന്നത്, അതും നമ്മൾ ഞെട്ടലോടെയാണ് കണ്ടത്. ഇന്നലെ 14% ടെസ്ല സ്റ്റോക്കുകൾ ഇടിവ് രേഖപ്പെടുത്തിയത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അൺയൂഷ്വലായിട്ടുള്ള വാർത്തകൾക്ക് നമ്മൾ കാത്തിരിക്കുക. ഞായറാഴ്ച നമുക്ക് മാർക്കറ്റ് ഔട്ട്ലുക്കായിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു, നല്ലൊരു വീക്കെൻഡ് നേരുന്നു. ഈദ് മുബാറക്. താങ്ക് യു ഓൾ.